ഹലോ ഡിയേഴ്സ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് വോർ എന്ന പാഠത്തിലെ സ്റ്റൗട്ട് വുമന്റെ ക്യാരക്ടർ സ്കെച്ചാണ്. സമയം കളയാതെ നമുക്ക് നേരെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോകാം. ദ സ്റ്റൗട്ട് വുമൺ ഈസ് എ മേജർ ക്യാരക്ടർ. സ്റ്റൗട്ട് വുമൺ, തടിയുള്ള സ്ത്രീ, വണ്ണമുള്ള സ്ത്രീ, ഈസ് എ മേജർ ക്യാരക്ടർ, ഒരു പ്രധാന കഥാപാത്രമാണ്. ഇൻ ദ സ്റ്റോറി വോർ, വോർ എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഇതാരാണ് എഴുതിയേക്കുന്നത്? ബൈ ലൂയിജി പിരാൻഡല്ലോ. ലൂയിജി പിരാൻഡല്ലോ എഴുതിയ വോർ എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ദ സ്റ്റൗട്ട് വുമൺ. ഷീ ഈസ് എ ലവിങ് മദർ. അവൾ ഒരു സ്നേഹമുള്ള അമ്മയാണ്, സ്നേഹനിധിയായ അമ്മയാണ്. ഷീ ലവ്സ് ഹെർ സൺ. അവൾ തൻ്റെ മകനെ സ്നേഹിക്കുന്നു. മോർ ദാൻ ഹെർ ഓൺ ലൈഫ്, സ്വന്തം ജീവനേക്കാളും. ഷീ ഗെറ്റ്സ് ഓൺ എ ട്രെയിൻ. അവൾ ഒരു ട്രെയിനിൽ കയറുന്നു. വിത്ത് ഹെർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡിനോടൊപ്പം. അറ്റ് എ സ്മോൾ സ്റ്റേഷൻ കോൾഡ് ഫാബ്രിയാനോ, ഫാബ്രിയാനോ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ സ്റ്റേഷനിൽ വെച്ച്, ഫാബ്രിയാനോ എന്ന് പേരുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തൻ്റെ ഹസ്ബൻഡിനൊപ്പം അവൾ ട്രെയിനിൽ കയറുന്നു. ഷീ ഈസ് ഇൻ ഗ്രേറ്റ് സാഡ്നെസ്. അവൾ വലിയ ദുഃഖത്തിലാണ്, അവൾക്ക് വലിയ ദുഃഖമുണ്ട്. ഹെർ ഹസ്ബൻഡ് ഈസ് എ സ്മോൾ ആൻഡ് തിൻ മാൻ. അവളുടെ ഭർത്താവ് ഒരു ചെറിയ മെലിഞ്ഞ മനുഷ്യനാണ്. സ്മോളാണ്, തിന്നാണ്, അങ്ങനെയുള്ളൊരു ആളാണ്. ഹി ടെൽസ് ദി അതർ പാസഞ്ചേഴ്സ്. അയാൾ മറ്റ് യാത്രക്കാരോട് പറയുന്നു. എബൌട്ട് ദ കോസ്, കാരണത്തെപ്പറ്റി. ഓഫ് ഹെർ പെയിൻ, അവളുടെ വേദനയുടെ, അവളുടെ വേദനയുടെ കാരണത്തെപ്പറ്റി അയാൾ മറ്റ് യാത്രക്കാരോട് പറയുന്നു. ദെയർ ഒൺലി സൺ, അവരുടെ ഒരേ ഒരു മകൻ. ഈസ് ഗോയിങ് ടു ദ വാർ ഫ്രണ്ട്, വാർ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അവരുടെ ഒരേ ഒരു മകൻ യുദ്ധമുഖത്തേക്ക് പോകുകയാണ്, യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ദ പേരൻസ് ഹാവ് ഗിവൺ, ആ പേരൻസ്, ആ രക്ഷിതാക്കൾ, ആ അച്ഛനും അമ്മയും ഹാവ് ഗിവൺ നൽകിയിരിക്കുന്നു. ദെയർ ഹോൾ ലൈഫ്, അവരുടെ മുഴുവൻ ജീവിതവും. ടു ഹിം, അവനായിട്ട് നൽകിയിരിക്കുകയായിരുന്നു. ഹി വിൽ ലീവ്, അവൻ പോകും. ഇൻ ജസ്റ്റ് 3 days, വെറും 3 ദിവസത്തിനുള്ളിൽ അവൻ പോകും. ദേ ആർ ഗോയിങ് ദെയർ, അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. ടു സീ ഹിം ബിഫോർ ഹി ലീവ്സ്, അവനെ കാണാനാണ് പോകുന്നത്. ബിഫോർ ഹി ലീവ്സ്, അവൻ പോകുന്നതിന് മുമ്പായി. ദ ഹസ്ബൻഡ്സ് വേർഡ്സ്, ആ ഭർത്താവിൻ്റെ വാക്കുകൾ. ഡു നോട്ട് ബ്രിങ് എനി സിമ്പതി, ഒരു സിമ്പതിയും കൊണ്ടുവരുന്നില്ല, ഒരു സഹതാപവും ഒരു അനുകമ്പയും കൊണ്ടുവരുന്നില്ല. ഫ്രം ദി അതർ പാസഞ്ചേഴ്സ്, മറ്റ് പാസഞ്ചേഴ്സിൽ നിന്ന്. അതായത് ഇയാളുടെ വാക്കുകൾ കേട്ടിട്ട് മറ്റ് പാസഞ്ചേഴ്സിന്, മറ്റ് യാത്രക്കാർക്ക് യാതൊരു സിമ്പതിയും തോന്നുന്നില്ല. ദിസ് മേക്സ് ദ വുമൺ ഈവൻ മോർ സാഡ്, ഇത് ആ സ്ത്രീയെ ആക്കി തീർക്കുന്നു. മോർ സാഡ്, കൂടുതൽ ദുഃഖിതയാക്കി തീർക്കുന്നു. മറ്റുള്ളവർക്ക് സിമ്പതി തോന്നാത്തത് കാണുമ്പോൾ ആ സ്ത്രീ കൂടുതൽ ദുഃഖിതയാകുന്നു. ഷീ ട്വിസ്റ്റ്സ് ആൻഡ് മൂവ്സ് ഇൻ പെയിൻ, അവർ ഇൻ പെയിൻ, വേദന കൊണ്ട് ട്വിസ്റ്റ് ചെയ്യുകയും പുളയുകയും മൂവ് ചെയ്യുകയും ചെയ്യുന്നു. വേദന കൊണ്ട് പുളയുകയും അനങ്ങുകയും ഒക്കെ ചെയ്യുകയാണ്. സംടൈംസ്, ചിലപ്പോഴൊക്കെ. ഷീ മേക്സ് ലോ സൗണ്ട്സ്, ചെറിയ ശബ്ദമുണ്ടാക്കുന്നു. ലൈക്ക് എ ഹേർട്ട് ആനിമൽ, ഒരു മുറിവേറ്റ മൃഗത്തെപ്പോലെ, മുറിവേറ്റൊരു മൃഗത്തെപ്പോലെ അവൾ കരയുന്നുണ്ട് ചെറുതായി. ദെൻ, അന്നേരം, എ സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻസ് വേർഡ്സ്, ഒരു തടിയുള്ള വണ്ണമുള്ള റെഡ് ഫേസ്ഡ് മാൻസ് വേർഡ്സ്, ചുവന്ന മുഖമുള്ള ഒരാളിൻ്റെ വാക്കുകൾ, ഒരു പുരുഷന്റെ വാക്കുകൾ. ക്യാച്ച് ഹെർ അറ്റൻഷൻ, അവളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നു, അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഷീ ലിസൺസ്, അവൾ കേൾക്കുന്നു. വെരി ക്ലോസ്ലി, വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. വെൻ ഹീ സ്പീക്സ്, അയാൾ സംസാരിക്കുമ്പോൾ. പ്രൗഡ്ലി, എങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത്? അഭിമാനത്തോടെ, പ്രൗഡായിട്ടാണ് സംസാരിക്കുന്നത്. എബൌട്ട് ഹിസ് സൺസ് സാക്രിഫൈസ്, എന്തിനെ പറ്റിയാണ് അയാൾ സംസാരിക്കുന്നത്? തൻ്റെ മകൻ്റെ സാക്രിഫൈസിനെ പറ്റിയാണ്,
തൻ്റെ മകൻ്റെ ത്യാഗത്തെ പറ്റിയാണ്. അതായത് അയാളുടെ മകൻ മരിച്ചു, അതിനെപ്പറ്റി അയാൾ അഭിമാനത്തോടുകൂടി സംസാരിക്കുകയാണ്. വെൻ ദി അതർ പാസഞ്ചേഴ്സ് എഗ്രി വിത്ത് ഹിം, മറ്റ് യാത്രക്കാർ അയാളോട് യോജിക്കുമ്പോൾ, അയാൾ പറയുന്നത് സമ്മതിക്കുമ്പോൾ, ദ വുമൺ ബിഗിൻസ്, ആ സ്ത്രീ തുടങ്ങുന്നു, ടു ഫീൽ, അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു, ഗിൽറ്റി, എന്താണ് കുറ്റബോധം, അവൾക്ക് കുറ്റബോധം തോന്നുകയാണ്, ആ സ്ത്രീക്ക് കുറ്റബോധം തോന്നാൻ തുടങ്ങുന്നു. ഫോർ ദ പാസ്റ്റ് 3 months, കഴിഞ്ഞ 3 മാസങ്ങളായി, ഷീ ഹാസ് ട്രൈഡ്, അവൾ ശ്രമിച്ചു, എന്തിനാണ്, ടു ഫൈൻഡ് കംഫർട്ട്, ആശ്വാസം കണ്ടെത്താൻ. അവൾക്ക് ഇതുവരെ ആശ്വാസം കിട്ടിയിട്ടില്ല, 3 മാസമായിട്ട് അവൾ അതിനായിട്ട് ശ്രമിക്കുകയാണ്. ഷീ ഡസ് നോട്ട് ഈവൻ നോ, അവൾക്ക് അറിയുക പോലുമില്ല, ഹൗ ടു സെൻഡ് ഹെർ സൺ, എങ്ങനെ തൻ്റെ മകനെ പറഞ്ഞയക്കണമെന്ന്, ടു വാർ, യുദ്ധത്തിന്, എങ്ങനെ തൻ്റെ മകനെ യുദ്ധത്തിന് പറഞ്ഞയക്കണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. ബട്ട് നൗ, എന്നാൽ ഇപ്പോൾ, ദ ട്രാവലേഴ്സ് വേർഡ്സ്, ആ യാത്രക്കാരൻ്റെ വാക്കുകൾ, സർപ്രൈസ്, അത്ഭുതപ്പെടുത്തുന്നു, ആൻഡ് ഓൾമോസ്റ്റ് ഷോക്ക് ഹെർ, അത് അവളെ ഓൾമോസ്റ്റ് ഞെട്ടിക്കുകയും ചെയ്യുന്നു, ഏറെക്കുറെ ഞെട്ടിക്കുകയും ചെയ്യുന്നു. ഷീ അണ്ടർസ്റ്റാൻഡ്സ്, അവൾക്ക് മനസ്സിലാകുന്നു, ദാറ്റ് മേ ബി ദി അതേഴ്സ് ആർ നോട്ട് റോങ്, ചിലപ്പോൾ മറ്റുള്ളവർക്കല്ല തെറ്റുപറ്റിയത്, മറ്റുള്ളവർ ശരിയായിരിക്കാം, ബട്ട് ഷീ ഈസ്, അവൾക്കായിരിക്കാം തെറ്റുപറ്റിയത് എന്ന് അവൾക്ക് തോന്നുകയാണ്. ഇറ്റ് ഫീൽസ് ടു ഹെർ, അവൾക്ക് ഫീൽ ചെയ്യുന്നു, ദാറ്റ് ഷീ ഹാസ് സ്റ്റെപ്ഡ് ഇൻ ടു എ ന്യൂ വേൾഡ്, അവൾ ഒരു പുതിയ ലോകത്തേക്ക് സ്റ്റെപ്പ് വെച്ചതായി അവൾക്ക് തോന്നുകയാണ്, ഒരു പുതിയ ലോകത്തേക്ക് കടന്നു ചെന്നതായി അവൾക്ക് തോന്നുകയാണ്. സഡൻലി, പെട്ടെന്ന്, ഷീ ആസ്ക്സ് ദ മാൻ, അവൾ ആ ആളിനോട് ചോദിക്കുന്നു, ഇഫ് ഹിസ് സൺ ഈസ് റിയലി ഡെഡ്, ശരിക്കും നിങ്ങളുടെ മകൻ മരിച്ചോ എന്ന് അയാളോട് ആ സ്ത്രീ ചോദിക്കുകയാണ്. ദ ക്വസ്റ്റ്യൻ ബ്രേക്സ് ദ മാൻ, ആ ചോദ്യം അയാളെ തകർക്കുന്നു. ഹി ബേഴ്സ്റ്റ് ഇൻ ടു ലൗഡ് സോബ്സ്, അയാൾ എന്ത് ചെയ്യുന്നു, ലൗഡ് സോബ്സിലേക്ക് കടക്കുകയാണ്, ഉച്ചത്തിൽ ഏങ്ങലടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. അയാൾ പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയുന്നു. ദസ്, അങ്ങനെ, ദ വുമൺ, ഈ സ്ത്രീ, ഷോസ് ദ ഡീപ്പ് പെയിൻ, നമ്മളെ കാണിക്കുന്നത് ഡീപ്പായിട്ടുള്ള പെയിനാണ്, അഗാധമായ വേദന, ശക്തമായ അല്ലെ ആഴത്തിലുള്ള വേദനയാണ് ഓഫ് പേരൻസിനുണ്ടാകുന്ന ആഴത്തിലുള്ള വേദന കാണിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സ്ത്രീ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് സ്റ്റൗട്ട് വുമണിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഓൾ ദ ബെസ്റ്റ്.